നമസ്കാരം. ലൈവ് അറ്റ് 6ലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. പകുതിവില തട്ടിപ്പിൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കെതിരെ കേസ്. രാഷ്ട്രീയ നേതാക്കൾക്കും പണം നൽകിയെന്ന് അനന്തു കൃഷ്ണൻ. അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക്. അടച്ച പൈസ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നേ പറയാനുള്ളൂ. ഞങ്ങൾ ഇതിനകത്ത് പെട്ടുപോയവരാണ് അറിയാതെ. എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് മുതൽ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കിട്ടിയാൽ മതി. ഞങ്ങൾ ഈ പലിശയും കൂടി മുതലും കൂടി അടച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ഞങ്ങൾ ഏത് ഗതിയിൽ വരുമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. പരാതിയുമായി കൂടുതൽ ഇരകൾ. വെള്ളറടയിൽ മകൻ അച്ഛനെ വെട്ടിക്കൊന്നതിന് പിന്നിൽ ബ്ലാക്ക് മാജിക് എന്ന സംശയം. മുറിയിൽ ബിംബങ്ങളും കൂട്ടിയിട്ട നിലയിൽ മുടിയും. പ്രജിനെ ഭയന്നാണ് ജീവിച്ചതെന്ന് അമ്മ. അവൻ നമ്മളെ എന്നെയും ഉപദ്രവിക്കും, അവരെയും ഉപദ്രവിക്കും. ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ വീട്ടിലെ എല്ലാ സാധനങ്ങളൊക്കെ ഇല്ലാതാക്കും. അതുകൊണ്ട് പേടിച്ച് ഒന്നിനും പോവില്ല. പാലക്കാട് ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊന്നു. പാറശാലയിൽ ഫിഷ് ടാങ്ക് പൊട്ടിച്ചതിന് അമ്മ വഴക്കു പറഞ്ഞു. വിദ്യാർത്ഥി തൂങ്ങി മരിച്ചു. ഡൽഹിയുടെ നായകനെ പ്രഖ്യാപിക്കാൻ BJP. MLA-മാരുടെ യോഗം ഉടൻ. ലഫ്റ്റനന്റ് ഗവർണറെ സന്ദർശിച്ച് പർവേഷ് വർമ്മ. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് അതിഷി. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വേട്ട. 31 മാവോയിസ്റ്റുകളെ വധിച്ചു. 2 ജവാന്മാർ കൊല്ലപ്പെട്ടു. ബിജാപൂർ ജില്ലയിൽ തെരച്ചിൽ തുടർന്ന് സുരക്ഷാ സേന. രാജ്യത്ത് നിന്ന് നക്സലൈറ്റുകളെ തുടച്ചു നീക്കുമെന്ന് അമിത് ഷാ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കത്തോലിക്ക സഭ. സംസ്ഥാന സർക്കാർ കർഷകരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായി ജോസഫ് പാംപ്ലാനി. ദളിത് ക്രൈസ്തവർക്ക് സംവരണം ഏർപ്പെടുത്താത്തതിൽ കേന്ദ്രത്തിന് വിമർശനം. ക്രൈസ്തവ ജനത വേർതിരിവ് നേരിടുന്നതായി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഇടയലേഖനം. കട്ടക് ഏകദിനത്തിൽ ഇന്ത്യക്ക് 305 റൺസ് വിജയലക്ഷ്യം. ബെൻഡക്കറ്റിനും ജോ റൂട്ടിനും അർദ്ധ സെഞ്ചുറി. കന്നി ഏകദിന വിക്കറ്റ് നേട്ടവുമായി വരുൺ ചക്രവർത്തി. വിരാട് കോഹ്ലി ടീമിൽ തിരിച്ചെത്തി. വിശദമായി നോക്കാം. പുറത്തുവരുന്ന സർവത്ര തട്ടിപ്പിന്റെ കഥകൾ. രാഷ്ട്രീയക്കാർക്ക് പണം നൽകിയിട്ടുണ്ടെന്ന് പകുതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണൻ. സായി ഗ്രാമം ഡയറക്ടർ ആനന്ദകുമാറിനും പണം നൽകിയിട്ടുള്ളതായും അനന്തു കൃഷ്ണൻ പറഞ്ഞു. അതേസമയം പരാതിയുടെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കെതിരെ പോലീസ് കേസെടുത്തു. കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം സംഘത്തെ നാളെ തീരുമാനിച്ചേക്കും. കേരളം കണ്ട മറ്റൊരു വലിയ തട്ടിപ്പിലേക്കാണ് പകുതിവില കേസ് നീങ്ങുന്നത്. നാടെങ്ങും പരാതി പ്രളയമാകുമ്പോൾ കേസിലെ തെളിവെടുപ്പ് പോലീസ് കൊച്ചിയിൽ പൂർത്തിയാക്കി. കൊച്ചിയിലെ 2 ഓഫീസുകളിലും ഫ്ളാറ്റുകളിലും തെളിവെടുപ്പ് നടത്തി. രാഷ്ട്രീയക്കാർക്ക് പണം നൽകിയിട്ടുണ്ടെന്ന് പ്രതി അനന്തകൃഷ്ണൻ സമ്മതിക്കുന്നു. ലാലി വിൻസെന്റുമായി അഭിഭാഷക എന്ന ബന്ധം മാത്രമേയുള്ളൂ. BJP നേതാവ് AN രാധാകൃഷ്ണന് പണം നൽകിയിട്ടില്ല. രാധാകൃഷ്ണന്റേത് ഇംപ്ലിമെന്റിംഗ് ഏജൻസി മാത്രമാണെന്നാണ് അനന്തകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ. അതേസമയം കേസിൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തു. ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായ അങ്ങാടിപ്പുറം KSSന്റെ പ്രസിഡന്റ് നൽകിയ പരാതിയിലാണ് കേസ്. നാഷണൽ NGO കോൺഫെഡറേഷന്റെ രക്ഷാധികാരിയാണ് രാമചന്ദ്രൻ നായർ. 3ാം പ്രതിയാക്കിയാണ് കേസെടുത്തിട്ടുള്ളത്. പാതിവില തട്ടിപ്പ് കേസിൽ വിപുലമായ അന്വേഷണത്തിനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ക്രൈംബ്രാഞ്ച് നേരിട്ട് അന്വേഷിക്കണമെന്നാണ് ADGP-മാർ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ തീരുമാനം. അന്വേഷണ സംഘത്തെ ഉടൻ തീരുമാനിച്ചേക്കും. ക്രൈംബ്രാഞ്ചിനൊപ്പം നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തും. കേസ് ഇക്കണോമിക് ഒഫൻസ് വിങ്ങിലേക്ക് വിടേണ്ടെന്നാണ് തീരുമാനം. അതേസമയം കേസിലെ പ്രതി അനന്തകൃഷ്ണന്റെ കസ്റ്റഡി കാലാവധി തിങ്കളാഴ്ച പൂർത്തിയാകും. ന്യൂസ് 18 കൊച്ചി. പാതിവില തട്ടിപ്പ് കേസിൽ പോലീസ് തന്നെ കേസിൽ പ്രതി ചേർത്തത് നിരുത്തരവാദപരമായെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ.
താൻ NGO കോൺഫെഡറേഷൻ രക്ഷാധികാരിയല്ല. കഴിഞ്ഞ ജൂലൈ വരെ അഡ്വൈസറായി പ്രവർത്തിച്ചിരുന്നു. എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തിയ ശേഷം പോലീസ് കേസ് എടുത്തിരുന്നുവെങ്കിൽ താൻ പ്രതിയാകില്ലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് SP-ക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പ്രതികരിച്ചു. പാതിവില തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനായ സായി ഗ്രാമം ഡയറക്ടർ ആനന്ദകുമാറിന്റെ ശബ്ദ സന്ദേശം പുറത്ത്. സമാന്തര പ്രവർത്തനം നടത്തിയാൽ NGO കോൺഫെഡറേഷനിൽ നിന്ന് പുറത്താക്കുമെന്ന് വ്യക്തമാക്കി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ച ശബ്ദ സന്ദേശമാണ് ന്യൂസ് 18 ലഭിച്ചത്. അതേസമയം അനന്തകൃഷ്ണൻ അറസ്റ്റിലായതിന് പിന്നാലെ കബളിപ്പിക്കപ്പെട്ട വിവരം നേരിൽ കണ്ട് പറയാൻ ശ്രമിച്ച കോൺഫെഡറേഷൻ അംഗങ്ങളെ കാണാൻ പോലും ആനന്ദകുമാർ തയ്യാറായില്ലെന്നും അംഗങ്ങൾ പറയുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ചില സംഘടനകൾ ഈ പ്രസ്ഥാനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട്. 2024 മെയ് മാസത്തിൽ NGO കോൺഫെഡറേഷൻ അംഗങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ സായി ഗ്രാമം ഡയറക്ടർ ആനന്ദകുമാർ പങ്കുവച്ച ശബ്ദ സന്ദേശമാണിത്. പാതിവില തട്ടിപ്പിനെ കുറിച്ച് തനിക്ക് അറിവില്ലെന്നും താനും കബളിപ്പിക്കപ്പെട്ടെന്നും പറഞ്ഞ് പ്രതിരോധം തീർത്തിരുന്ന അനന്തകുമാറിനെ വെട്ടിലാക്കുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പാതിവിലയ്ക്ക് സ്കൂട്ടർ വിതരണം ചെയ്യാമെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് മാത്രം 960 പേരിൽ നിന്നാണ് പണം കൈപ്പറ്റിയത്. ആദ്യം പണം നൽകിയ ഏതാനും ഗുണഭോക്താക്കൾക്ക് പാതിവിലയ്ക്ക് സ്കൂട്ടറും തയ്യൽ മെഷീനും കാർഷിക ഉപകരണങ്ങളും വിതരണം ചെയ്തുകൊണ്ട് വിശ്വാസം നേടിയെടുത്തു. ഇത് മറയാക്കി കൂടുതൽ ആളുകളിൽ നിന്ന് പണം സ്വീകരിക്കുകയായിരുന്നു. 157 ആളുകളിൽ നിന്ന് ഇത്തരത്തിൽ പണസമാഹരണം നടത്തി 91 ആളുകൾക്ക് കിട്ടി. ആ 32 പേർക്കും തിരുവനന്തപുരം പുത്തരിക്കണ്ടത്തിൽ വലിയൊരു ഫംഗ്ഷനിൽ ആനന്ദകുമാറും അനന്തകൃഷ്ണനെല്ലാം പങ്കെടുത്തുകൊണ്ട് ഈ ആളുകൾക്ക് താക്കോൽ കൈമാറി. അടുത്ത ഘട്ടമായിട്ടാണ് വീണ്ടും കളക്ട് ചെയ്യാൻ പറഞ്ഞ് ഞങ്ങൾ 125 ആളുകൾക്ക് ഞാൻ കളക്ട് ചെയ്ത് അയച്ചു. അനന്തകൃഷ്ണന്റെ പേരിലുള്ള 3 ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 6 കോടിയിലധികം രൂപയാണ് തിരുവനന്തപുരത്തുള്ള സന്നദ്ധ സംഘടനകൾ പിരിച്ചു നൽകിയത്. തലസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി തട്ടിപ്പിനിരയായവരുടെ പരാതികളും ഏറുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. പാതിവില തട്ടിപ്പിൽ ആരോപണങ്ങൾ നിഷേധിച്ച് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. താൻ പണം വാങ്ങിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. താൻ പണം വാങ്ങിയതായി വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും CV വർഗീസ് പറഞ്ഞു. പാതിവില തട്ടിപ്പ് കേസിൽ എറണാകുളം പറവൂരിൽ ഇന്നലെ മാത്രം ലഭിച്ചത് 275 പരാതികളാണ്. ഇതോടെ പറവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം ലഭിച്ചത് 535 പരാതികൾ. ജനസേവാ സമിതി ട്രസ്റ്റ് ഭാരവാഹികൾക്കെതിരെ പോലീസ് കേസെടുത്തു. തട്ടിപ്പിനിരയായവർ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് ഇനി ഞങ്ങളൊക്കെ 2 വീലർ കിട്ടിയിട്ടില്ലെങ്കിലും ഞങ്ങളുടെ പൈസ തിരികെ തരണം എന്നുള്ളൊരു അപേക്ഷയുള്ളൂ. അതിനുവേണ്ടി ഞങ്ങളെ എല്ലാവരും സഹായിക്കണം. ഞങ്ങൾ അടച്ച പൈസ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നേ പറയാനുള്ളൂ. ഞങ്ങളിതിനകത്ത് പെട്ടുപോയവരാണ് അറിയാതെ. എല്ലാവരും പാവങ്ങളാണ്. ഇതിലാരും പണക്കാരൊന്നുമില്ല. എല്ലാവരും സാധാരണക്കാർ പാവങ്ങളാണ്, അടിത്തട്ടിലുള്ളവരാണ്. അവരെ പറ്റിച്ചൊക്കെ കൊണ്ടുപോയിക്കണത്. പണക്കാരാണെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചത്. ഒറ്റ ആളും പണക്കാരില്ല അതിൽ. ഞങ്ങള് ഒരുപാട് കഷ്ടപ്പെട്ട കാശാണ്. ഞങ്ങളുടെ പിള്ളേരുടെ കുഞ്ഞു പിള്ളേരുടെ സ്വർണം വരെയും പണയം വെച്ചാണ് ഇതിന് കൊടുത്തത്. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തകൃഷ്ണനെതിരെ പറവൂരിൽ പരാതികളുടെ പ്രവാഹമാണ്. ഇതുവരെ 535 പരാതികളാണ് പറവൂർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത്. വരാപ്പുഴയിൽ 17 പരാതികൾ. ജനസേവാ സമിതി ട്രസ്റ്റ് വഴിയാണ് ഇവർ പണം നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ജനസേവാ സമിതി ട്രസ്റ്റ് സെക്രട്ടറി CG മേരി, ചെയർമാൻ ഡോക്ടർ N മധു, ഒപ്പം ബാങ്ക് ജോയിന്റ് അക്കൗണ്ടിൽ പേരുള്ള ഡോക്ടർ K ശശിധരൻ, തട്ടിപ്പിന്റെ സൂത്രധാരൻ അനന്തകൃഷ്ണൻ, ട്രസ്റ്റ് ട്രഷറർ ഡോക്ടർ പ്രവീൺ G പൈ, ആലുവ കോളേജ് പ്രിൻസിപ്പൽ ജൈനി സാരംഗ് എന്നിവരെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു. തട്ടിപ്പിനിരയായവർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. പണം തിരികെ കിട്ടുന്നതിനായി കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. പരാതി കൊടുത്ത് അവരെ കൊണ്ട് FIR ഇടിക്കുക. അതനുസരിച്ച് ഇവരുടെ ഡോക്യുമെന്റ്സ് വെച്ചിട്ട് മുനിസിപ്പൽ കോടതിയിൽ ലിറ്റിഗേഷൻ ഫയൽ ചെയ്യുക. അതേസമയം അനന്തകൃഷ്ണൻ വഞ്ചിച്ചെന്ന് കാട്ടി ജനസേവാ സമിതി ട്രസ്റ്റ് ഭാരവാഹികൾ പോലീസിന് പരാതി നൽകി. ഗുണഭോക്താക്കൾ നൽകിയ 14,65,54,650 രൂപ അനന്തകൃഷ്ണന് കൈമാറിയിട്ടുണ്ടെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇരുചക്രവാഹനങ്ങൾ, ഗൃഹോപകരണങ്ങൾ, ജൈവവളം എന്നിവ ലഭ്യമാകുന്നതിൽ അനന്തകൃഷ്ണൻ കാലതാമസം വരുത്തി. പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും നൽകിയില്ല. അപേക്ഷകരുടെ പ്രോസസ്സിംഗ് നിരക്ക് മാത്രമാണ് ട്രസ്റ്റ് കൈപ്പറ്റിയിട്ടുള്ളതെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. സ്വർണം പണയം വെച്ചും കുടുംബശ്രീയിൽ നിന്നും ലോൺ എടുത്തുമൊക്കെയാണ് ഇവർ പണം നൽകിയത്. 2 വീലറോ തയ്യൽ മെഷീനോ ഒന്നും തിരികെ വേണ്ട.
നഷ്ടപ്പെട്ട തുകയെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ഓരോരുത്തരും. ക്യാമറാമാൻ അഖിൽ ഒട്ടുപാറയ്ക്കൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ BJP. ഡൽഹി മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായി BJP അധ്യക്ഷൻ JP നദ്ദയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും കൂടിക്കാഴ്ച നടത്തി. MLA-മാരുടെ യോഗം ഉടൻ നടക്കും. അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേഷ് വർമ്മ, പ്രതിപക്ഷ നേതാവ് വിജേന്ദർ ഗുപ്ത, മുൻ അധ്യക്ഷൻ മനോജ് തിവാരി, ബാൻസുരി സ്വരാജ് തുടങ്ങിയ പേരുകളാണ് പരിഗണനയിൽ. ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി അതിഷി രാജിവെച്ചു. അതേസമയം കേജ്രിവാൾ നവീകരിച്ച മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഏറ്റെടുക്കില്ലെന്ന് BJP പ്രഖ്യാപിച്ചു. ഫ്രാൻസ് അമേരിക്ക സന്ദർശനത്തിനായി നാളെയാണ് പ്രധാനമന്ത്രി യാത്ര തിരിക്കുന്നത്. അതിനു മുൻപ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാണ് BJPയുടെ ആലോചന. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെങ്കിലും ദളിത് നേതാവും പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിയുമായ ദുഷ്യന്ത് ഗൗതമിന്റെ പേരായിരുന്നു പ്രധാനമന്ത്രിയുടെ മനസ്സിൽ. കരോൾബാഗിൽ ദുഷ്യന്ത് ഗൗതം പരാജയപ്പെട്ടതോടെ മറ്റു പേരുകളിലാണ് ചർച്ച. ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേഷ് വർമ്മയാണ് മുൻപന്തിയിൽ. മുഖ്യമന്ത്രിയായേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ പർവേഷ് വർമ്മ लेफ्टिनेंट गवर्नरुമായി കൂടിക്കാഴ്ച നടത്തി. ये केवल मेरी जीत नहीं है, ये आप सभी की जीत है. सबकी ये मांग थी कि एक अच्छी सरकार आए. 10 साल से जो सरकार देश में सेवा कर रही है प्रधानमंत्री मोदी जी के नेतृत्व में, उन्हीं के विजन को लेकर दिल्ली में उन्हीं के सहयोग से दिल्ली में भी सरकार बने, ताकि दोनों सरकारें अच्छा काम करे, कोई राजनीति ना हो, कोई झगड़ा ना हो. രോഹിണിയിൽ നിന്ന് വിജയിച്ച മുൻ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമായ വിജേന്ദർ ഗുപ്ത, മാളവ്യനഗറിൽ നിന്ന് വിജയിച്ച മുൻ അധ്യക്ഷൻ സതീഷ് ഉപാധ്യായ, കേന്ദ്രമന്ത്രി ഹർഷ് മൽഹോത്ര എന്നിവരുടെ പേരുകളും ചർച്ചകളിലുണ്ട്. BJP വിജയത്തിൽ നിർണായകമായ പൂർവാഞ്ജലികളെ പരിഗണിച്ചാൽ നോർത്ത് ഈസ്റ്റ് ഡൽഹി MP-യും മുൻ അധ്യക്ഷനും ഭോജ്പുരി നടനുമായ മനോജ് തിവാരിക്കും നറുക്കുവീണേക്കാം. കേജ്രിവാളും സിസോദിയും തോറ്റതോടെ അതിഷി പ്രതിപക്ഷ നേതാവാകാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ന്യൂഡൽഹി MP ബാൻസുരി സ്വരാജ്, ഗ്രേറ്റർ കൈലാഷിൽ നിന്ന് വിജയിച്ച ശിഖാ റായ്, ഷാലിമാർ ബാഗിൽ നിന്ന് വിജയിച്ച രേഖ ഗുപ്ത തുടങ്ങിയ വനിതാ നേതാക്കളെയും പരിഗണിച്ചേക്കാം. വിദേശ പര്യടനം കഴിഞ്ഞ് പ്രധാനമന്ത്രി മടങ്ങിയെത്തിയ ശേഷം സത്യപ്രതിജ്ഞ ആഘോഷമായി നടത്താനാണ് BJP തീരുമാനം. തോൽവിക്ക് പിന്നാലെ ലഫ്റ്റനന്റ് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയ അതിഷി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. അതേസമയം കേജ്രിവാൾ നവീകരിച്ച മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഏറ്റെടുക്കില്ലെന്ന് BJP പ്രഖ്യാപിച്ചു. BJP ഉയർത്തിക്കൊണ്ടുവന്ന ശീഷ് മഹൽ വിവാദം ആം ആദ്മി പാർട്ടിയുടെ തോൽവിയിൽ മുഖ്യ പങ്കുവഹിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. അടുത്ത വർഷം മാർച്ച് 31 മുൻപ് ഇന്ത്യയിൽ നിന്നും നക്സലൈറ്റുകളെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ സുരക്ഷാസേന 31 നക്സലൈറ്റുകളെ വധിച്ചതിന് പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രിയുടെ എക്സിലൂടെയുള്ള പ്രതികരണം. നക്സലൈറ്റുകളുമായുള്ള ഏറ്റുമുട്ടലിൽ 2 സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടിരുന്നു. 2 പേർക്ക് പരിക്കേറ്റു. ഇന്ദ്രാവതി ദേശീയോദ്യാന പ്രദേശത്തെ വനത്തിൽ രാവിലെ നടത്തിയ നക്സലൈറ്റ് വിരുദ്ധ ഓപ്പറേഷനിടയിലാണ് സംഭവം. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംഘത്തിന് നേരെ വെടിവയ്പുണ്ടായി. തുടർന്നാണ് സേന തിരിച്ചടിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭ. സംസ്ഥാന സർക്കാർ കർഷകരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നും തെരഞ്ഞെടുപ്പിൽ ശക്തമായ നിലപാടെടുക്കുമെന്നും തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ ജോസഫ് പാംപ്ലാനി പ്രഖ്യാപിച്ചു. ക്രൈസ്തവ ജനത തുടർച്ചയായി വേർതിരിവ് നേരിടുകയാണെന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഇടയലേഖനത്തിൽ പറയുന്നു. കർഷകന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കാൻ ശ്രമിക്കുന്ന ഈ നിലപാട് കർഷക വിരുദ്ധമാണ്. ഇവിടുത്തെ മലയോര കർഷകർക്ക് സ്വീകാര്യമല്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെതിരെയാണ് കൂടുതൽ വിമർശനവും. ഭൂനികുതി വർധനവ്, കർഷകർക്കെതിരായ സമീപനം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാൻ രംഗത്ത് വന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ കത്തോലിക്ക സഭ ശക്തമായ നിലപാടെടുക്കുമെന്നും ബിഷപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിലാകട്ടെ കേരള സർക്കാരിന്റെ ബജറ്റിലാകട്ടെ മലയോരത്തെ കർഷകരെ ചേർത്ത് പിടിക്കാൻ പോരുന്ന അടിസ്ഥാനപരമായ നിലപാടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയലേഖനമിറക്കിയാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ സർക്കാരുകൾക്കെതിരെ രംഗത്ത് വന്നത്. അർഹമായ ന്യൂനപക്ഷാവകാശം കിട്ടുന്നില്ല. ഇത് കടുത്ത അവകാശ ലംഘനമാണ്. ക്രൈസ്തവർ തുടർച്ചയായി വേർതിരിവ് നേരിടുന്നു. തങ്ങൾക്കൊപ്പം നീതിക്കാൻ പോരാടുവാനും ആളുകളുണ്ടെന്ന ചിന്ത അടിസ്ഥാന വിഭാഗങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം വലുതാണെന്ന് നാം മറക്കരുത്. ഈ സാഹചര്യത്തിൽ നമ്മുടെ അതിരൂപത വലിയൊരു മുന്നേറ്റത്തിന് നാന്ദി കുറിക്കുകയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ
പേരിൽ കർഷക രക്ഷ നസ്രാണി മുന്നേറ്റം എന്ന പേരിൽ ഫെബ്രുവരി 15 അടുത്ത ശനിയാഴ്ച നടത്തപ്പെടുന്ന പരിപാടിയിൽ അണിചേരുവാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ദളിത് ക്രൈസ്തവർക്ക് സംവരണം ഏർപ്പെടുത്താത്ത നടപടിയിലാണ് കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം. ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയോഗിച്ച JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്തത് സ്ഥാപിത താൽപര്യം കൊണ്ടാണ്. കർഷക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ മാസം 15 കുട്ടനാട്ടിലെ മങ്കൊമ്പിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് മാർച്ച് നടത്താനും അതിരൂപത തീരുമാനിച്ചു. ന്യൂസ് 18 കണ്ണൂർ കോട്ടയം. AI-ക്കെതിരെ വലിയ സമരം ഭാവിയിൽ ശക്തിപ്പെടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. AI ഉപയോഗിക്കുമ്പോൾ കുത്തക മൂലധനം കൂടും. കുറെ ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടും. കുത്തകളുടെ ഉൽപാദനോപാധിക്ക് കരുത്തു പകരുന്നതാകും AI എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ട്രാൻസ്ജെൻഡറുകളെ പരിഹസിച്ച് മുസ്ലിം ലീഗ് നേതാവ് PK ഫിറോസ്. ട്രാൻസ്ജെൻഡറുകളുടെ പ്രശ്നം തോന്നലുകളാണ്. LGBTQ തന്നെ പ്രകൃതി വിരുദ്ധതയാണ്. ജെൻഡർ പൊളിറ്റിക്സിന്റെ പേരിൽ ഒളിച്ചു കടത്തുന്നത് സദാചാര വിരുദ്ധതയാണെന്നും സ്ത്രീ പുരുഷ സമത്വമില്ലെന്നും ഉള്ളതാണ് ലീഗ് നിലപാട്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന ആശയം വല്ലതും പഠിച്ചിട്ടാണോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നതെന്നും ഫിറോസ് പരിഹസിച്ചു. ന്യൂസ് 18 Q18 PK ഫിറോസിന്റെ പ്രതികരണം. തുല്യനീതിയാണ് ഞങ്ങൾ പറയുന്നത്, പക്ഷേ തുല്യത അല്ല എന്ന് പറയുന്നിടത്ത് അതിനൊരു ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട്. അതൊരു പുതിയ തലമുറയ്ക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സന്ദേശമാണ്. ലീഗ് എപ്പോഴും പറയുന്നൊരു കാര്യം തുല്യനീതിയാണ്. കാരണം ഈ തുല്യത എന്ന് പറയുന്നത് ഇപ്പോൾ ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് വന്നൊരു കാര്യമാണ്. ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വലിയൊരു ടേമാണ്. ആ ടേം നമ്മൾ ഈ പറയുന്ന സ്ത്രീ പുരുഷ പിന്നെ ഒരു കാര്യം മാത്രമല്ല, അതിനകത്ത് LGBTQIA എന്നൊക്കെ പറയുന്ന വലിയൊരു ടെർമിനോളജി ഉണ്ട്. LGBTQIA മാത്രമല്ല പ്ലസ് ഉണ്ട്. അതൊക്കെ വലിയൊരു വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതിനകത്ത് പല കാര്യങ്ങളും ഞങ്ങൾക്ക് വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ കാര്യമാണ്. അപ്പോൾ ഈ ജെൻഡർ പൊളിറ്റിക്സിൻ്റെ മറവിൽ നമ്മൾ സദാചാര വിരുദ്ധമെന്ന് കരുതിയിരുന്ന പ്രകൃതി വിരുദ്ധമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ഒളിച്ചു കടത്താൻ വേണ്ടിയുള്ള വലിയ ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. LGBT അവകാശങ്ങൾക്ക് വേണ്ടി ഇത്രയേറെ പോരാട്ടങ്ങൾ നടക്കുന്ന സമയത്ത് ഇത് ജെൻഡർ പൊളിറ്റിക്സിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുകയാണെന്ന് ലീഗ് ഇപ്പോഴും കരുതുന്നു. തീർച്ചയായിട്ടും. ഇപ്പോൾ നിങ്ങൾ എത്ര പുരോഗമന വിരുദ്ധമാണെന്ന് പറഞ്ഞാലും ഈ സ്വവർഗരതി ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങളത് വിശ്വാസപരമായിട്ട് തന്നെ ഞങ്ങൾക്ക് തെറ്റാണ്. അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അഭിപ്രായമല്ല. ഞങ്ങളുടെ വിശ്വാസപരമായിട്ട് ഞങ്ങൾക്ക് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. വനിതാ പ്രാതിനിധ്യം അത് രണ്ടാമത് നിന്നാൽ മതി, ട്രാൻസ്ജെൻഡറുകൾ ഈ സൊസൈറ്റിയിൽ ആവശ്യമില്ല എന്നുള്ളൊരു നിലപാട്, അത് അങ്ങനെ മുന്നോട്ട് പോകാൻ അതാണ് ഞാൻ പറഞ്ഞല്ലോ. ഈ LGBTQIA ഞങ്ങൾ എല്ലാ കാര്യങ്ങളെയും നിരാകരിക്കുന്നില്ല. അതിനകത്ത് ചില വസ്തുതകളുണ്ട്. ഇപ്പം ഇതൊരു മനോനിലയാണല്ലോ, തോന്നലുകളാണല്ലോ. ഇപ്പോൾ ട്രാൻസ്ജെൻഡറുടെ കാര്യത്തിൽ തന്നെ അവരുടെ തോന്നലാണ്, അവരുടെ ഫിസിക്കല്ല, അവരുടെ തോന്നലാണ്. ഇൻ്റർസെക്സ് ആണെങ്കിൽ നമുക്കറിയാം അവരുടെ തോന്നലല്ല, അവരുടെ ഫിസിക്ക് തന്നെ ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അതേസമയത്ത് ഈ തോന്നലുകളെ എങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്? തോന്നലുകൾക്കനുസരിച്ച് ശരീരം മാറ്റുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ ശരീരത്തിനനുസരിച്ച് തോന്നലുകളെ മാറ്റുകയാണ് വേണ്ടത്. ജനറൽ യൂണിഫോം നടപ്പിലാക്കുമ്പോൾ ബിന്ദു എന്താ പറഞ്ഞത്? ബിന്ദു പറഞ്ഞത് പിന്നെ ഹെറ്ററോ നോർമേറ്റീവായിട്ടുള്ള ഒരു സൊസൈറ്റിയെ പൊളിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞാൽ. PK ഫിറോസ് Q18 അഭിമുഖത്തിന് പൂർണ്ണരൂപം കാണാം ഇന്ന് രാത്രി 9 മണിക്ക്. കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയതെന്ന് CPMന്റെ തൃശൂർ ജില്ലാ പ്രവർത്തന റിപ്പോർട്ട്. കരുവന്നൂരിലേത് നീതീകരിക്കാനാകാത്ത നടപടി. സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പ്രത്യേക മേൽനോട്ടം വേണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശം. നേതാക്കളിൽ ചിലർ പണത്തിന് പിന്നാലെ പോകുന്നുവെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിലും വിമർശനമുണ്ട്. പ്രവർത്തന റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. കരുവന്നൂരിലുണ്ടായ വീഴ്ച ഉൾക്കൊള്ളുന്നതാണ് CPMന്റെ തൃശൂർ ജില്ലാ സമ്മേളന പ്രവർത്തന റിപ്പോർട്ട്. കരുവന്നൂർ ബാങ്കിലെ ക്രമക്കേട് ജില്ലയിലുടനീളം പാർട്ടിയെ പ്രതിരോധത്തിലാക്കി. നീതീകരിക്കാനാവാത്ത നടപടി സഹകരണ മേഖലയുടെ വിശ്വാസ്യതയെ തന്നെ തകർത്തുവെന്നും ജില്ലാ സെക്രട്ടറി MM വർഗീസ് അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. പിന്നാലെ MV ഗോവിന്ദൻ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിലും രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. നേതാക്കൾക്ക് പണത്തിന് പിന്നാലെ പോകുന്ന പ്രവണത വർദ്ധിച്ചു. പാർട്ടിയുടെ പ്രവർത്തനത്തിൽ തന്നെ മോശം പ്രവണതകൾ കടന്നുകൂടി. വർഗ ബഹുജന സംഘടനയായ SFIയും DYFIയും താഴെത്തട്ടിൽ തീർത്തും നിർജീവം. പലയിടങ്ങളിലും യൂണിറ്റ് കമ്മിറ്റികൾ പ്രവർത്തിക്കാത്ത അവസ്ഥയെന്നും സംഘടനാ റിപ്പോർട്ടിൽ വിമർശനമുയർന്നു. തൃശൂർ മേയർ MK വർഗീസിനെതിരെയും പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. 2.5 വർഷം MK വർഗീസിനും ബാക്കി 2.5 വർഷം LDFിനും എന്ന ടേം വ്യവസ്ഥ MK വർഗീസ് അട്ടിമറിച്ചു. BJPയുടെ വളർച്ച അതീവ ഗൗരവത്തോടെ കാണണമെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ വിലയിരുത്തുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ LDF വോട്ടുകൾ ചോർന്നുവെന്ന വിലയിരുത്തുന്ന റിപ്പോർട്ടിൽ
VS സുനിൽകുമാറിന്റെ വ്യക്തിപ്രഭാവം കൂടുതൽ വോട്ട് സ്വരൂപിക്കാൻ കാരണമായെന്നും വ്യക്തമാക്കുന്നു. ന്യൂസ് 18 തൃശൂർ. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം CMPക്ക് വിട്ടു നൽകാൻ കോൺഗ്രസിൽ ആലോചന. CMP ജനറൽ സെക്രട്ടറി CP ജോണിന് വേണ്ടിയാണ് കോൺഗ്രസിന്റെ വിട്ടുവീഴ്ച. ശക്തമായ സ്വാധീനമുള്ള മണ്ഡലത്തിൽ കോൺഗ്രസ് മത്സരിക്കാതെ മാറി നിൽക്കുന്നത് 2.5 പതിറ്റാണ്ടിന് ശേഷമാകും. 2001 MV രാഘവന് വേണ്ടിയായിരുന്നു അന്നത്തെ തിരുവനന്തപുരം വെസ്റ്റിൽ കോൺഗ്രസിന്റെ ത്യാഗം. 8381 വോട്ടിന് ജയിച്ച MVR ആന്റണി മന്ത്രിസഭയിലുമെത്തി. MV രാഘവന്റെ അവസാന തെരഞ്ഞെടുപ്പ് വിജയമായിരുന്നു അത്. CMP രൂപീകരണം മുതൽ UDFൽ ഉറച്ചു നിൽക്കുന്ന CP ജോൺ മുന്നണിയുടെ ഭൗതിക മുഖം കൂടിയാണ്. പ്രകടന പത്രിക തയ്യാറാക്കലായാലും സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിലെ പഠനമായാലും CP ജോൺ മുന്നിലുണ്ടാകും. നീണ്ടകാലത്തെ മുന്നണി ബന്ധത്തിനിടയിൽ ഒരിക്കൽ പോലും നേതൃത്വവുമായി തെറ്റിയിട്ടുമില്ല. ഇത്രയേറെ കൂറ് മുന്നണിയോട് പുലർത്തുന്ന ജോണിനെ നിയമസഭയിലേക്ക് എത്തിക്കാനാകാത്തത് മുന്നണി നേതാക്കളുടെ സ്വകാര്യ ദുഃഖം കൂടിയാണ്. 2011 കുന്നംകുളത്ത് വിജയപ്രതീക്ഷ ഉയർത്തിയെങ്കിലും ബാബു M പാലിശ്ശേരിയോട് 481 വോട്ടിന് തോൽക്കുകയായിരുന്നു CP ജോൺ. ആ വർഷം ജയിച്ചിരുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും ജോൺ എത്തിയേനെ. അടുത്ത തവണയെങ്കിലും CP ജോണിനെ ജയസാധ്യതയുള്ള സീറ്റിൽ നിർത്തി സഭയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് UDF. അതിനായി മുന്നണി കണ്ടെത്തിയ മണ്ഡലങ്ങളിൽ മുന്നിലുള്ളത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് മത്സരിക്കാനുള്ള താൽപര്യം CP ജോൺ നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. മണ്ഡലത്തിലെ പൊതുപരിപാടികളിലും അദ്ദേഹം സജീവമാവുകയാണ്. മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ CMP പ്രവർത്തകർക്കും ജോൺ നിർദ്ദേശം നൽകി കഴിഞ്ഞു. VS ശിവകുമാർ തുടർച്ചയായി മത്സരിക്കുന്ന മണ്ഡലം വിട്ടുകൊടുത്താൽ പാർട്ടിക്കുള്ളിൽ അത് പ്രശ്നങ്ങൾക്കിടയാക്കുമെന്ന ആശങ്ക കോൺഗ്രസിലുണ്ട്. അത് മറികടക്കാനായാൽ CP ജോണിന് തിരുവനന്തപുരത്ത് മത്സരിക്കാം. അല്ലെങ്കിൽ തിരുവമ്പാടി പോലുള്ള സീറ്റുകളിലേക്കും ജോണിനെ പരിഗണിച്ചേക്കും. CP ജോണിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ മുസ്ലിം ലീഗും തയ്യാറാകുമെന്നാണ് CMPയുടെ പ്രതീക്ഷ. VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. നെയ്യാറ്റിൻകര വെള്ളറടയിൽ പിതാവിനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിന് ബ്ലാക്ക് മാജിക് ബന്ധം. വെള്ളറട സ്വദേശി ജോസിന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം പോലീസിനെ സമീപിച്ചു. ബ്ലാക്ക് മാജിക് ഉൾപ്പെടെയുള്ള ആഭിചാര കർമ്മങ്ങളിൽ മകൻ പ്രജിൻ ജോസിന് പങ്കുണ്ടായിരുന്നോ എന്നാണ് കുടുംബത്തിന്റെ സംശയം. പ്രജിന്റെ മുറിയിൽ നിന്ന് ചില ബിംബങ്ങളും കൂട്ടിയിട്ടിരുന്ന മുടികളും ചില പ്രത്യേകതരം ആയുധങ്ങളും കണ്ടെത്തിയിരുന്നു. പ്രജിന്റെ പെരുമാറ്റത്തിൽ നേരത്തെ തന്നെ കുടുംബത്തിന് സംശയമുണ്ടായിരുന്നു. പിതാവിനെ കൊലപ്പെടുത്തിയ ശേഷം പ്രജിന്റെ മുറി തുറന്നു പരിശോധിക്കാൻ കുടുംബം തീരുമാനിച്ചു. അതുവരെ മാതാപിതാക്കൾക്ക് പോലും പ്രവേശനം നിഷേധിച്ചിരുന്ന ആ മുറി തുറന്നു പരിശോധിച്ചപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചകൾ. ഒരു ഭാഗത്ത് മുടി കൂട്ടിയിട്ടിരിക്കുന്നു. ചില ബിംബങ്ങളും ചില പ്രത്യേക തരത്തിലുള്ള ആയുധങ്ങളും കണ്ടെത്തി. ഇത് ദുരൂഹത വർദ്ധിപ്പിച്ചു. സാത്താൻ സേവ പോലെയുള്ള ആഭിചാര കർമ്മങ്ങളിൽ മകൻ പെട്ടുപോയിട്ടുണ്ടോ എന്നാണ് അമ്മയ്ക്ക് സംശയം. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകി. കൊലപാതകം നടക്കുന്നതിന് 4 ദിവസം മുമ്പ് തന്റെ മൊബൈൽ ഫോൺ പൂർണ്ണമായും ഫോർമാറ്റ് ചെയ്ത ശേഷം രക്ഷിതാക്കളെ തിരികെ ഏൽപ്പിച്ചു. ഇനി തനിക്കിതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നടപടി. അർദ്ധരാത്രികളിൽ വാഹനമെടുത്ത് പുറത്തു പോകുന്ന പ്രജിൻ എപ്പോഴെങ്കിലുമാണ് തിരികെ എത്തുന്നത്. ചോദ്യം ചെയ്താൽ മാതാപിതാക്കളെ ദേഹോപദ്രവമേൽപ്പിക്കും. എങ്ങനെയാണ് ഇങ്ങനെ അവൻ മാറിയതെന്ന് അറിയില്ല. മുകളിൽ നിലയിലാണ് അവൻ ഇരിക്കുന്നത്. അവിടെ നിന്ന് പുറത്തോട്ട് എന്തെങ്കിലും പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ ഇറങ്ങുള്ളൂ. അവൻ്റെ റൂം അടച്ചാണ് ഇരിക്കണ. റൂം തുറക്കാനോ അതിൽ തൊടാനോ നമുക്ക് അനുവാദമില്ല. അവൻ നമ്മളെ എന്നെയും ഉപദ്രവിക്കും, അവരെയും ഉപദ്രവിക്കും. ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ വീട്ടിലെ എല്ലാ സാധനങ്ങളൊക്കെ ഇല്ലാതാക്കും. അതുകൊണ്ട് പേടിച്ച് ഒന്നിനും പോവില്ല. പ്രജിൻ കൂടുതൽ സമയവും വീടിന്റെ 2ാമത്തെ നിലയിലെ മുറിയിലാണ് ചിലവഴിക്കുക. അവിടേക്ക് മാതാപിതാക്കൾക്ക് പോലും പ്രവേശനമില്ല. അടുത്തിടെ നിർബന്ധപൂർവ്വം എറണാകുളത്ത് സിനിമ പഠിക്കാനായി പോയി. തിരികെ എത്തിയതിനു ശേഷം പ്രജിന്റെ രീതി കൂടുതൽ നിഗൂഢമായെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു. ചൈനയിലെ വുഹാനിൽ MBBS പഠിക്കുകയായിരുന്ന പ്രജിൻ കോവിഡ് കാലത്താണ് നാട്ടിൽ തിരികെ എത്തിയത്. നാട്ടിലെത്തിയ ശേഷം പതിവ് രീതികളിൽ നിന്ന് മാറി ഏകനായി നടക്കാനായിരുന്നു പ്രജിന് താല്പര്യം. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം. പിതാവ് ജോസിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം സ്വന്തം വാഹനത്തിലെത്തിയാണ് പ്രജിൻ പോലീസിന് കീഴടങ്ങിയത്. തന്റെ സ്വൈരജീവിതത്തിന് മാതാപിതാക്കൾ തടസ്സം നിൽക്കുന്നുവെന്നും അതുകൊണ്ട് കൊല നടത്തിയെന്നുമായിരുന്നു പ്രജിന്റെ മൊഴി. കുടുംബത്തിന്റെ പുതിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുതിയ തലത്തിലേക്ക് കടക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊന്നു.
ഉപ്പുംപാടത്ത് താമസിക്കുന്ന ചന്ദ്രികയാണ് മരിച്ചത്. ഭർത്താവ് രാജന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പാലക്കാട് ഉപ്പുംപാടത്ത് ഇന്ന് പുലർച്ചെ 5:30യോടെയാണ് ദാരുണമായ സംഭവം. വീട്ടിനകത്ത് വെച്ച് ഭാര്യയോട് വഴക്കിട്ട രാജൻ കത്തികൊണ്ട് കുത്തുകയായിരുന്നു. ശബ്ദം കേട്ട് മുകളിലത്തെ നിലയിൽ നിന്നും താഴെയെത്തിയ മകളാണ് അമ്മയും അച്ഛനും ചോരയിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചന്ദ്രികയെ രക്ഷിക്കാനായില്ല. ഭാര്യയെ കുത്തിയ ശേഷം രാജൻ പിന്നീട് സ്വയം പരിക്കേൽപ്പിച്ചതാകാമെന്നാണ് പോലീസ് കരുതുന്നത്. 1.5 വർഷം മുമ്പ് രാജൻ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതായി സുഹൃത്തുക്കൾ പറയുന്നു. ചന്ദ്രികയുടെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മാനസിക പ്രശ്നങ്ങളുള്ള രാജൻ ഇതിനു മുമ്പും ചന്ദ്രികയെ ആക്രമിച്ചിട്ടുണ്ടെന്നും വ്യക്തമായിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ ഭർത്താവ് രാജനെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തോലന്നൂർ സ്വദേശികളായ കുടുംബം ഉപ്പുംപാടത്തെ വാടക വീട്ടിലേക്ക് മാറിയിട്ട് 2 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരത്ത് +1 വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാറശാല മഞ്ചാടി കോളനിയിലെ അജി ധന്യ ദമ്പതികളുടെ മകൻ നിരഞ്ജനെയാണ് വീടിന് പുറകിലെ ബാത്റൂമിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹോദരന്റെ ഫിഷ് ടാങ്ക് നിരഞ്ജൻ പൊട്ടിച്ചുവെന്നാരോപിച്ച് അമ്മ ശകാരിച്ചിരുന്നു. ഇതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തുവെന്നാണ് പ്രാഥമിക നിഗമനം. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മണിപ്പൂർ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് രാജിവെച്ചു. അമിത്ഷായെ കണ്ടതിന് പിന്നാലെയാണ് രാജി. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് TG സജിത്ത് നമുക്കൊപ്പം ചേരുകയാണ്. സജിത്ത്, എന്താണ് ഈ ഒരു നീക്കത്തിന് പിന്നിലെ കാരണം? വിശദാംശങ്ങൾ. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ആര്യ ഇപ്പോൾ മണിപ്പൂരിൽ നിന്ന് വരുന്നത്. ബീരേൻ സിംഗ് അവിടെ മുഖ്യമന്ത്രി രാജിവെച്ചിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം മണിപ്പൂർ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് വലിയധികം സമ്മർദ്ദത്തിലായിരുന്നു ബീരേൻ സിംഗ്. ബീരേൻ സിംഗിന്റെ രാജി പാർട്ടി നിർദ്ദേശപ്രകാരം എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന സൂചന. കാരണം അവിടെ കോൺഗ്രസ് അവിശ്വാസം സർക്കാരിനെതിരെ കൊണ്ടുവരാൻ നീക്കം ആരംഭിക്കുകയായിരുന്നു. ഈ അവിശ്വാസത്തിൽ പാർട്ടിയിലെ MLA-മാർ തന്നെ പിന്തുണച്ചേക്കുമോ എന്ന സൂചനയുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് രാജി എന്നാണ് മനസ്സിലാകുന്നത്. നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഇന്നലെ തന്നെ ബീരേൻ സിംഗ് മണിപ്പൂരിൽ നിന്നും ഡൽഹിയിലെത്തി JP നദ്ദയുമായി BJP അധ്യക്ഷൻ JP നദ്ദയുമായും ഒപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഇന്ന് ഗവർണറെ കണ്ട് അദ്ദേഹം രാജി സമർപ്പിച്ചതെന്നാണ് നമുക്ക് അറിയാനാവുന്നത്. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. മണിപ്പൂരിൽ നടന്ന പ്രക്ഷോഭങ്ങളിലെല്ലാം വലിയ തരത്തിലുള്ള നീക്കങ്ങൾ ദേശീയ തലത്തിൽ BJPക്കും പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനുമൊക്കെ നേരിടേണ്ടി വന്നതാണ്. മണിപ്പൂർ സംഘർഷം അയായി നിൽക്കുന്നത് അവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിൽ സംസ്ഥാന സർക്കാരിനുണ്ടായ പരാജയമാണ് തുടങ്ങിയ ആക്ഷേപങ്ങൾ നേരത്തെ ഉള്ളതാണ്. എന്തായാലും ബീരേൻ സിംഗിന്റെ രാജി അത് പാർട്ടി നിർദ്ദേശപ്രകാരം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അല്പസമയം മുമ്പാണ് അദ്ദേഹം രാജ്ഭവനിലെത്തി രാജി സമർപ്പിച്ചത്. അത് സംബന്ധിച്ച ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഉണ്ടാവുന്നത്. ഇന്നലെ രാത്രിയാണ് അദ്ദേഹം ഡൽഹിയിലെത്തി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയ്ക്കൊടുവിലാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പോയത്. കോൺഗ്രസ് അവിശ്വാസം കൊണ്ടുവന്ന് സർക്കാരിനെ താഴെ ഇറക്കാനുള്ള നീക്കം നടത്തും. അതിൽ പാർട്ടിയിൽ BJP MLA-മാരടക്കം അതിൽ പിന്തുണയ്ക്കുമോ എന്ന ഭയം കൂടി ഉണ്ടായിരുന്നു. ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അദ്ദേഹത്തിൻ്റെ റെസിഗ്നേഷൻ ലെറ്ററിൻ്റെ വിശദാംശങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ മണിപ്പൂരിലെ സംഘർഷ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിർണായക നീക്കമാണ് ഈ ബീരേൻ സിംഗിന്റെ രാജിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടാവുന്നത്. തീർച്ചയായും നിർണായക നീക്കമാണ് ബീരേൻ സിംഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസ് അവിശ്വാസം കൊണ്ടുവരും എന്നുള്ള തീരുമാനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ ബീരേൻ സിംഗ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. TG സജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ലൈവ് 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം. സകലമാന കേരളം ഹരികൃഷ്ണൻ ചേരും. നമസ്കാരം.